കാലത്ത് പ്രധാനപ്പെട്ട പ്രമേയമാണ്. കർത്താവ് ഹോശാന പാടി എതിരേറ്റ് കൂട്ടത്തിൻ്റെ ജനലക്ഷങ്ങളുടെ അകമ്പടിയോടുകൂടി ജെറുസലേം കവാടത്തിൽ വരുമ്പോൾ, ജെറുസലേം ദേവാലയത്തെയും പട്ടണത്തെയും കാണുമ്പോൾ കർത്താവ് കണ്ണീർ പൊഴിക്കും. കർത്താവ് കണ്ണീർ പൊഴിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പണ്ട് ലാസറിൻ്റെ ശവകുടീരത്തിൽ കർത്താവ് കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ ലാസർ ഞായറാഴ്ച. പിന്നെ ഹോശാന ഞായറാഴ്ച വരുമ്പോൾ വീണ്ടും കർത്താവ് കണ്ണീർ പൊഴിക്കുന്നുണ്ട്. ആ കണ്ണീരിന് ഒരു കാരണമേ ഉള്ളൂ. ലാസറിൻ്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ചാലും ഹോശാന ഞായറാഴ്ച ജെറുസലേം പട്ടണത്തിൽ നോക്കി കർത്താവ് കണ്ണീർ പൊഴിച്ചാലും ആ കണ്ണീരിന്, ദൈവത്തിൻ്റെ കണ്ണീരിന് ഒരു കാരണമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? നോക്കൂ, അവിടുന്ന് അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യോഹന്നാൻ 11-ാം അധ്യായം 35-36 വാക്യങ്ങൾ. യേശു കണ്ണീർ പൊഴിച്ചു. യേശു കണ്ണീർ പൊഴിച്ചു. ദാസന്റെ ശവകുടീരത്തിലാണ് ഇത് സംഭവം. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അത് തന്നെയാണ് ജെറുസലേം ദേവാലയത്തെ കാണുമ്പോഴും ജെറുസലേം പട്ടണം കാണുമ്പോഴും ഹോശാന ഞായറാഴ്ച, ശരിക്കും പറഞ്ഞാൽ ലാസർ ഞായറാഴ്ചയും ഹോശാന ഞായറാഴ്ചയും കർത്താവിൻ്റെ കണ്ണീരിൻ്റെ ഓർമ്മകളാണ് രണ്ടിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു കാര്യമാണ് പറയുന്നത്, നോക്കൂ അവനെന്തുമാത്രം അവനെ അല്ലെങ്കിൽ അവരെ, അതായത് ലാസറിനെ മാത്രം സ്നേഹിച്ചപ്പോൾ നമുക്ക് തോന്നിയത് അത് അവനെ മാത്രം സ്നേഹിച്ചതാണെന്ന്. അല്ല, എല്ലാവരും ലാസറായിട്ടാണ് ഈശോ കരുതുന്നത്. ജെറുസലേം പട്ടണത്തിലുള്ള 10,000-കണക്കിന് മനുഷ്യരെ കണ്ടിട്ടാണ്, അല്ലാതെ കല്ലും മണ്ണും കണ്ടിട്ടല്ല. ആ മനുഷ്യരെ കണ്ടിട്ടാണ് നമുക്ക് കണ്ണീർ വാർത്തത്. ലാസർ ഞായറാഴ്ച ഒരാളെ കണ്ടിട്ട് കണ്ണീർ വാർത്ത കർത്താവ് ഹോശാന ഞായറാഴ്ച 1,000 പേരെ കാണുമ്പോൾ കണ്ണീർ വാർക്കുകയാണ്. എന്താണ്? അത് അപ്പായുടെ കണ്ണുനീരാണ്.